ഹായ്, നമ്മൾ നോക്കുന്നത് പൊളിറ്റിക്സ് പാർട്ട് 2 രാഷ്ട്രീയ സിദ്ധാന്തത്തിലെ ചാപ്റ്റർ 1 and 2 വന്ന കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കുടുംബം ഗോത്രമായും ഗോത്രം സമൂഹമായും അനേകം സമൂഹം ചേർന്ന് രാഷ്ട്രമായും രൂപം കൊള്ളുന്നുവെന്ന് അഭിപ്രായപ്പെട്ടത് ആര്? അരിസ്റ്റോട്ടിൽ. കുടുംബം ഗോത്രമായും ഗോത്രം സമൂഹമായും അനേകം സമൂഹം ചേർന്ന് രാഷ്ട്രമായും രൂപം കൊള്ളുന്നുവെന്ന് അഭിപ്രായപ്പെട്ടത് ആര്? അരിസ്റ്റോട്ടിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യം മാനവരാശിയുടെ മൗലിക അവകാശമാണെന്ന് വാദിച്ചത് ആര്? റൂസോ. സ്വാതന്ത്ര്യം മാനവരാശിയുടെ മൗലിക അവകാശമാണെന്ന് വാദിച്ചത് ആര്? റൂസോ. നെക്സ്റ്റ്, രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെക്കുറിച്ച് ആദ്യമായി അന്വേഷണം ആരംഭിച്ചത് ആര്? സോക്രട്ടീസ്. രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെക്കുറിച്ച് ആദ്യമായി അന്വേഷണം ആരംഭിച്ചത് ആര്? സോക്രട്ടീസ്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86-ാം ഭേദഗതി 2009. വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86-ാം ഭരണഘടനാ ഭേദഗതി 2009. പൊളിറ്റിക്സ് ആരുടെ പുസ്തകമാണ്? അരിസ്റ്റോട്ടിൽ. പൊളിറ്റിക്സ് ആരുടെ പുസ്തകമാണ്? അരിസ്റ്റോട്ടിൽ. സ്വാതന്ത്ര്യത്തിലേക്കുള്ള നീണ്ട യാത്ര എന്ന ആത്മകഥ എഴുതിയതാര്? നെൽസൺ മണ്ടേല. സ്വാതന്ത്ര്യത്തിലേക്കുള്ള നീണ്ട യാത്ര എന്ന ആത്മകഥ എഴുതിയതാര്? നെൽസൺ മണ്ടേല. ഭയത്തിൽ നിന്നുള്ള മോചനം എന്ന പുസ്തകം ആരുടേതാണ്? ആങ് സാൻ സൂക്കി. ഭയത്തിൽ നിന്നുള്ള മോചനം എന്ന പുസ്തകം ആരുടേതാണ്? ആങ് സാൻ സൂക്കി. മനുഷ്യർ സ്വതന്ത്രരായി ജനിക്കുന്നു, എന്നാൽ അവർ എല്ലായിടത്തും ചങ്ങലക്കുള്ളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? റൂസോ. മനുഷ്യർ സ്വതന്ത്രരായി ജനിക്കുന്നു, എന്നാൽ അവർ എല്ലായിടത്തും ചങ്ങലക്കുള്ളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? റൂസോ. സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന കൃതി ആരുടെയാണ്? ജെ എസ് മിൽ. സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന കൃതി ആരുടെയാണ്? ജെ എസ് മിൽ.